മുക്കം നെല്ലിക്കപ്പറമ്പിൽ മോഷ്ടാവും വീട്ടുകാരനും തമ്മിൽ മൽപ്പിടുത്തം. സംഭവത്തിൽ വീട്ടുകാരനായ ഹാരിസിന് പരിക്കേറ്റു. രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഹാരിസിന്റെ കൈക്ക് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഒരാൾ ഇങ്ങനെ ഡൈനിങ്ങിൽ നിൽക്കുന്നത് കണ്ടത്. ഞാൻ വിചാരിച്ച് മോനെ വിളിച്ച്. അത് മോനല്ല, അന്നോ മോനെ വിളിച്ചോ അവൻ ഒറ്റ ഓട്ടം കിച്ചണിലേക്ക്. കിച്ചണിലാണ് ലോക്ക് ചെയ്തിന്. അവിടെ എത്തി ഞങ്ങൾ രണ്ടാളും ആട്ടും പിടിച്ച്. അതിപ്പോൾ പിടിച്ചതിൽ അവൻ്റെ കൈക്ക് കടിച്ച്. അതാണിത്. കൈക്ക് കടിച്ചപ്പോൾ ഞാൻ വിടേണ്ടി വന്ന് അപ്സ്റ്റേറിൻ്റെ മുകളിൽ കയറി മുകളിൽ നിന്ന് ചാടി അങ്ങനെ ഓടി രക്ഷപ്പെട്ടത്. ആളെ കണ്ടിട്ട് മുഖംമൂടി ഒന്നുമില്ല. എനിക്ക് കണ്ടിട്ടൊരു അതിഥി തൊഴിലാളിയായി തോന്നുന്നുണ്ട്, ഒരു ബംഗാളിയായിട്ട്. എന്നോട് അവനെ പിടിച്ച സമയത്ത് അവൻ ചോടോ എന്ന് പറയുന്നുണ്ട്. എന്താ പറയാ, ഈ നാട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു വീട് കുത്തി തുറന്ന് സ്വർണ്ണമൊക്കെ മോഷ്ടം പോയും തേങ്ങ അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിരന്തരം കള്ളന്മാരുടെ ശല്യമാണ്. അതിന് തൊഴിലാളികൾ ഉണ്ട്, നാട്ടുകാരാണോന്നൊന്നും അറിയില്ല. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഒരു ഇടപെടൽ ഇതിൽ അത്യാവശ്യമാണ്. ജനങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. നൈറ്റ് പെട്രോളിങ്ങോ ഞങ്ങളും രാത്രി കുറേ സമയം ഒക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും പോലീസാണ് ഇതിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. ഈ ഓടി രക്ഷപ്പെട്ട മോഷ്ടാവിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാരും അങ്ങേറ്റം ഭയപ്പാട്ടിലാണ്. ഗുലാം നബി ആസാദ് ചേരുന്നുണ്ട്. ആസാദ്, ഇത് വലിയ ആരോപണമാണ്. ആൾക്കാർക്ക് ഭയപ്പാട് സ്വാഭാവികമായും ഉണ്ടാവും. ഇതിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞോ? പോലീസിന് വീട്ടുകാർ നൽകിയ പരാതി പ്രകാരം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ പുലർച്ചെ 3:30 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീട്ടിൽ വീട് പണി ആയതുകൊണ്ട് തന്നെ വീട്ടിലെ ഡൈനിങ് ഹാളിലായിരുന്നു ഹാരിസ് കിടന്നിരുന്നത്. തൊട്ടപ്പുറത്തെ റൂമിൽ ഹാരിസിന്റെ മാതാവ് ഉൾപ്പെടെയുള്ള മക്കൾ ഉൾപ്പെടെയുള്ളവർ കിടന്നിരുന്നു. എന്നാൽ പുലർച്ചെ 3 മണിയോട് കൂടി ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോഴാണ് ഒരു മേൽ പോലെ ഒരാൾ കാണുകയും തന്റെ മകനാണെന്ന് കരുതി വിളിച്ച സമയത്ത് ഇയാള് ഓടുകയുമായിരുന്നു. ഇയാൾ നേരെ ഓടിയത് തൊട്ടടുത്ത അടുക്കളയിലേക്കാണ്. വീടിന്റെ അടുക്കളയിലേക്ക് ഓടിയ സമയത്ത് ആ ഭാഗം ലോക്ക് ഇട്ടിരിക്കുകയായിരുന്നു. ഈ മോഷ്ടാവിന്റെ പുറകെ തന്നെ ഓടിയ ഹാരിസ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ച സമയത്ത് മൽപ്പിടുത്തം ഉണ്ടാവുകയും തുടർന്ന് മോഷ്ടാവ് ഹാരിസിന്റെ കയ്യിൽ കയറി കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഇതിൽ പരിക്കേറ്റതോടുകൂടി ഹാരിസ് ഇയാളെ വിട്ട സമയത്താണ് ഇയാൾ തിരിച്ചോടി നേരെ വീടിന്റെ അപ്സ്റ്റെയറിൽ കയറി അവിടെ നിന്നും പുറത്തേക്ക് ചാടി ഓടി രക്ഷപ്പെട്ടതെന്നാണ് ഹാരിസ് പറയുന്നത്. ഹാരിസിന്റെ കൈക്കും കാലിനുൾപ്പെടെ പരിക്കുകളുണ്ട്. ഈ വീട്ടുകാർ അറിയിച്ച ഒരു പരാതി ഇന്ന് അറിയിക്കുകയും പോലീസ് വീട്ടുകാരെ വിളിച്ചു വരുത്തി മൊഴിയെല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെയും പ്രദേശത്ത് ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീട് കുത്തി തുറന്ന് സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഈ പ്രദേശത്ത് മോഷണം ശക്തമാവുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവണം. ആ രീതിയിലാണ് മോഷ്ടാവ് വീട്ടുടമസ്ഥന്റെ കൈക്ക് കടിച്ച് മൽപ്പിടുത്തമുണ്ടായി. ഒടുവിൽ കൈക്ക് കടിച്ച് മോഷ്ടാവ് രക്ഷപ്പെട്ടു. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. എന്തായാലും വളരെ ഈ കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.